സിദ്ധു എവിടെയാ? റൂമിലാ? അതെ, ആരും കാണാതെ നൈസായിട്ട് അടുക്കള വഴി അല്ലെങ്കിൽ ഏതെങ്കിലും വഴി ആ മറ്റേ കറിവേപ്പില്ലേ പുറകിൽ നിൽക്കുന്നേ ആ മാവിൻ്റെ ഒക്കെ അവിടെ, ആ കറിവേപ്പിന് അങ്ങോട്ട് വരൂ. ആ അതെ, വരുമ്പോൾ ആ റോസും കൂടെ ഒന്ന് എടുക്കൂ. എനിക്ക് ആ റോസ് വേണം. അത് ഞാൻ നേരത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു പോയതാ. എനിക്കത് വേണം. ഓക്കെ, വരണേ. ഞാൻ ആ കറിവേപ്പിനെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ശരി, ഓക്കെ. അതെ, നേരത്തെ ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പൂ മേടിക്കാൻ പറ്റാനെ. ഇപ്പൊ എനിക്ക് ആ പൂന്ന് വരൂ. അല്ല, എന്തായിരുന്നു ആ സാഹചര്യം? അത് ഞാൻ പിന്നെ പറയാം. ആദ്യം ആ റോസ് ഒന്ന് വരൂ. ഇങ്ങനെയല്ല, നേരത്തെ അകത്ത് വെച്ച് മുട്ട് കുത്തി തന്നില്ലേ, അങ്ങനെ. അങ്ങനെയാ? ശരിക്കും നേരത്തെ കുറച്ചും കൂടെ ഫീൽ ചെയ്ത് പറയണമെന്ന് വിചാരിച്ച, പക്ഷെ എല്ലാരും കൂടെ ഒന്നും ഇപ്പൊ പറ്റിയില്ല. ഓക്കെ, I love you. സിദ്ധു, I love you too. അയ്യേ, അഴുക്കപ്പൂ. പലതവണ പറഞ്ഞിട്ട് ഈ റോസ് കൊണ്ട് പുറകെ വരരുതെന്ന്. എനിക്കൊന്നും വേണ്ട ഈ റോസ്. ചുമ്മാ ഒരുപാട് തോന്നിയ ദിവസം കാണിക്കരുത് കേട്ടോ. എനിക്കൊന്നും വേണ്ട, എടുത്തോണ്ട് പോ. പിന്നെ നീ വിളിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ? നീ ഫോണിൽ വിളിച്ചില്ലേ തന്നെ? എനിക്കിപ്പോ എന്തായാലും റോസ് ഒന്നും വേണം. ഇത് പോയി പോയി സിദ്ധുനെ പണി നോക്ക്. ഇതല്ലേ എന്താണ് എന്റെ പ്രശ്നം? പോ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. എന്താ മോനെ? ഒന്നുമില്ല അമ്മ. ചേച്ചി അളിയനെ വിളിച്ചു വരുത്തി തേച്ചെന്ന് പറയാന്ന് കേട്ടു. ലച്ചു, രണ്ടാമത് സിദ്ധു പൂ കൊണ്ടുവന്നിട്ട് നീ എന്ത് മേടിക്കാത്ത? ഒന്നുമില്ല ചേച്ചി, കാര്യം വെച്ച് പറഞ്ഞേ. ഒന്നുമില്ല. ഇത്തവണ ചേച്ചി അളിയനെ ഫോൺ വിളിച്ചിട്ട് പൂ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചേച്ചി എന്ത് വാങ്ങാനിത്? ചേച്ചി ലച്ചു, കാര്യം പറ.